വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മൾ റോയനിമയിലെത്തി. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. അപ്പം എന്താ പറയുക, ഒരു വെള്ള പുതപ്പ് വിരിച്ച പോലത്തെ ഒരു സ്ഥലമായിരുന്നു റോയനിമി. ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തി. അപ്പോൾ ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർബിൻബിയാണ് ഇവിടെ ബുക്ക് ചെയ്തത്. അത് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ നമുക്ക് 12 മണിയാവും. അപ്പോൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റേഷനിൽ തന്നെ നമ്മൾ ലോക്കറിൽ ബാഗ് വെച്ചിട്ട് പുറത്ത് സിറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടെ ലോക്കറിൽ നമ്മൾ ബാഗൊക്കെ വെച്ചു. ഇനി ഒന്ന് റോയനിമി ടൗണിലേക്ക് കറങ്ങാം. അതിവിടെ അടുത്ത് തന്നെയാണ്, സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരത്തിൽ നടക്കാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ ഒരു പറയാതിരിക്കാൻ തന്നെ വയ്യ, അത്രയ്ക്ക് ഭംഗിയായിരുന്നു കാണാൻ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു വൈബിലുമായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് ടാക്സിയൊക്കെ ഉണ്ട് ഒരുപാട്, പക്ഷേ നടക്കാനുള്ള ദൂരത്തിലേ ടൗണുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ റൂട്ട് മാപ്പാണ്. എത്ര ദൂരത്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ജസ്റ്റ് റൂട്ട് മാപ്പ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തെർമൽ വെയറും സ്വെറ്ററും ജാക്കറ്റും ഗ്ലൗസും തൊപ്പിയും അങ്ങനെ എല്ലാ വിൻ്റർ ഡ്രസ്സും ഇട്ടിട്ടാണ് നടക്കുന്നത്. സ്റ്റേഷനിൽ തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട്, പക്ഷേ അത് ഓരോ ടൈമിലാണ്. അപ്പോൾ അതുവരെ ചുമ്മാ അവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ടൗണിൽ പോയി ഇറങ്ങാം. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ആ ടൈമിലൊന്നും അങ്ങനെ ബസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നടക്കുന്നത് ബെറ്റർ എന്ന് തോന്നി. പിന്നെ നടക്കുന്നതും ഒരു രസമാണല്ലോ. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലായിരുന്നു അവിടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കയറി, കാരണം നാളെ നമുക്ക് ഇവിടെ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ബസ്സിൽ പോകണം. അപ്പോൾ അതിൻ്റെ ടൈമൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് വന്നത്. നല്ലൊരു ബസ് സ്റ്റേഷൻ തന്നെയായിരുന്നു. ഉള്ളിൽ ഹീറ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ടൈമൊക്കെ നോക്കി നേരെ പോയത് അവിടുത്തെ മാളിലേക്കായിരുന്നു. മാളിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്രിസ്മസിൻ്റെ ഓരോ ഡെക്കറേഷൻ ആയിരുന്നു. പിന്നെ എല്ലാ ഷോപ്പിലും ഓരോ ക്രിസ്മസ് സെയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ക്രിസ്മസിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റൂഫ് കണ്ടോ, ഒരു സ്കൈ പോലെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ നമ്മൾ നോക്കി നടന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ കേക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു പേസ്ട്രി കഴിച്ചു. പിന്നെ അവിടെ ഒരു സുവനിയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു കത്തി മേടിച്ചു. അവിടുത്തെ സ്പെഷ്യൽ കത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പോകുന്നതിന് മുമ്പേ അത് മേടിക്കണം എന്നുള്ള പ്ലാനോടുകൂടി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഷോപ്പ് തപ്പിപ്പിടിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ അതൊക്കെ മേടിച്ചു. അടുത്ത ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അത് അവിടുന്ന് മാളിൽ നിന്ന് കുറച്ച് ദൂരമാണ്, നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. അപ്പം അധികം സമയമൊന്നും അത്രയും ആയിട്ടില്ല, പക്ഷേ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. വിൻ്ററിൽ പെട്ടെന്നാണ് സൺസെറ്റ്, അതുകൊണ്ട് തന്നെ നല്ല ഇരുടൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ലൈറ്റപ്പ് ആയിരുന്നു. പിന്നെ കുറേ ക്രിസ്മസ് ഷോപ്പുകളും കുറേ എന്താ പറയുക, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു സ്ട്രീറ്റ് മുഴുവൻ. പിന്നെ നല്ല തണുപ്പാണെങ്കിൽ പോലും എല്ലാവരും പുറത്തൊക്കെ തന്നെയുണ്ട്. ആരും അങ്ങനെ പുറത്തിറങ്ങാതൊന്നും ഇല്ല. എല്ലാവരും പുറത്തൂടെ നടക്കുകയും ഒരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ നല്ല പ്രോപ്പർ വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ടൗണിൽ നിന്ന് വിട്ടു. അപ്പോൾ ഈ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണിത്. എല്ലായിടത്തും സ്നോ വീണ് മരങ്ങളും എല്ലാം വൈറ്റ് കളറായി കിടക്കുകയാണ്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അത്. അപ്പം ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ വന്ന മാള്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ നടന്ന് ഈ സൈഡിലേക്ക് വന്നത്. അപ്പോൾ നമുക്കിനി അവിടുത്തെ മ്യൂസിയത്തിലേക്കൊന്ന് പോവാം. നമ്മളീ നടക്കുന്ന സമയത്തൊന്നും അങ്ങനെ സ്നോ വീണിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം സ്നോ ഒന്നും വീണിട്ടില്ല. പക്ഷേ തൊട്ട് മുന്നേ നല്ലോണം വീണത് കൊണ്ട് തന്നെ എല്ലായിടത്തും സ്നോ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഒരുപാടുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മ്യൂസിയമൊക്കെ കറങ്ങി പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഫുഡ് മേടിച്ചു. കാരണം റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടയേർഡായിരുന്നു, അപ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. വേറെ എവിടെയും നമ്മളിന്ന് പോയില്ലായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ്. നമുക്ക് മോർണിംഗ് തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ട്രാവൽസിൽ ഏർലി മോർണിംഗിൽ എത്താനാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ബുക്ക് ചെയ്തത് മെയിനായിട്ട് സ്നോ ബൈക്കായിരുന്നു.
അപ്പം ഇവിടെ പുലർച്ചെയാണ് ഈ ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇവിടെ എത്തി. അപ്പോൾ അവിടുന്ന് അവർ നമ്മളെ ഒരു ബസ്സിൽ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ അവരുടെ തന്നെ ബസ്സിൽ നമ്മൾ അവിടെ കൊണ്ടുപോകും. ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ കൂടെ ബസ്സിൽ. എനിക്ക് തോന്നുന്നത് ഓരോ ഗ്രൂപ്പിന് ഓരോ ടൈം സ്ലോട്ടാണ്. അപ്പം അതിനനുസരിച്ചായിരിക്കും അവർ അവിടത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, പിന്നെ വിൻ്ററാണ്, അതുകൊണ്ട് തന്നെ സൺറൈസ് ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ 4 ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗൈഡിനും കുറച്ച് ഇത്ര പേര് ആക്കിയിട്ട് അവർ ഡിവൈഡ് ചെയ്യും അവിടെ നിന്ന്. അങ്ങനെയാണ് അവർ നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഇതാണ് ഈ സ്നോ ബൈക്ക്. പക്ഷേ എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്നോ ബൈക്കിൽ 2 പേർക്ക് ഇരിക്കാം. പിന്നെ നമുക്ക് ഓരോ പ്ലേസിൽ അവരത് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം 2 പേർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമൊക്കെ തരും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈസൻസൊക്കെ സബ്മിറ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അതിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അത് എൻജോയ് ചെയ്ത് അങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ അടുത്ത് ഞങ്ങളിനി പോകുന്നത് നമ്മുടെ സാൻഡിൻ്റെ ഹോമിലേക്കാണ്. അപ്പോൾ ലാപ്ലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ നമ്മളെ ട്രാവൽസിലേക്ക് തിരിച്ച് വന്നിട്ട് അവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മളിപ്പം ലാപ്ലാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരത്തു നിന്നേ നമുക്ക് ആ ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. ഒരു എന്താ പറയുക, ക്രിസ്മസിൻ്റെ ടൈമിലായിരിക്കും ഏറ്റവും ഭംഗിയും തോന്നുന്നു ഇവിടെ വന്നാൽ. കാരണം അത്രയും ഡെക്കറേഷൻസും ലൈറ്റിങ്ങും പിന്നെ ആ ഒരു വിൻ്ററിൻ്റെ ഭംഗിയും മൊത്തത്തിൽ ക്രിസ്മസിൻ്റെ കംപ്ലീറ്റ് ഒരു ഭംഗി നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ സാൻഡേൻ്റെ ഹോം. അപ്പോൾ ഇതിനുള്ളിൽ സാൻഡയുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയി സാൻഡേൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. പക്ഷേ സാൻഡേൻ്റെ കൂടെ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അവർ ഫോട്ടോ എടുക്കും. എന്നിട്ട് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. എനിക്ക് തോന്നുന്നു ഡിജിറ്റലായിട്ടും ഉണ്ടായിരുന്നു, അല്ലാണ്ട് നമുക്ക് പ്രിൻ്റ് ആക്കിയിട്ടും ഫോട്ടോ തരും. അല്ലാണ്ട് നമുക്ക് അതിനുള്ളിൽ ഫോട്ടോയും വീഡിയോ അലൗഡ് ആയിരുന്നില്ല. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് സാൻഡേൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ ഒരുപാട് സുവനീർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു. അവിടുന്ന് നമ്മൾ സുവനീറായിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സുവനീർ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു, എനിക്കൊന്ന് ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കാർഡ് മേടിച്ചു, വീട്ടിലേക്കൊക്കെ കാർഡ് അയക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കാർഡായിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സാൻഡിൻ്റെ സീല് വെച്ചിട്ടായിരിക്കും ഈ കാർഡ് അയക്കുക. അപ്പോൾ അത് തന്നെയായിരുന്നല്ലോ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കാർഡൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ എഴുതിയിട്ട് കൊടുത്തു. അപ്പോൾ അവരിനി അത് സാൻഡിൻ്റെ സീലൊക്കെ വെച്ചിട്ട് അയക്കും. പക്ഷേ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഡിലേ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് സാൻഡിക്ക് വന്ന ലെറ്റേഴ്സാണിത്. അതെന്ന് പറയുന്നത് അവർ പറയുന്നത് ഒരുപാട് വേൾഡിലെ പല ഭാഗത്തുള്ള കുട്ടികളായാലും എല്ലാവരും സാൻഡിക്ക് അയക്കുന്ന ലെറ്റേഴ്സൊക്കെയാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നടന്നു. ഒരുപാടുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, സ്നോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയും ഭംഗിയും അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും അതിനെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഇനിയാണ് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ലൈനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഈ വോളിൻ്റെ അപ്പുറം ആർട്ടിക് സർക്കിളാണ്. അപ്പം ആ ലൈൻ ബോർഡറിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കളിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പിന്നെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തത് റെഡ് ഡിയറിൻ്റെ ഒരു ഡ്രൈവായിരുന്നു. അപ്പോൾ റെഡ് ഡിയർ ഇരുത്തിയെ കൊണ്ട് നമ്മൾ ആ ഡ്രൈവ് ഉണ്ടായിരുന്നു.
അതൊരു അടിപൊളിയായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളിതുവരെ ട്രൈ ചെയ്യാത്തതായതും പിന്നെ അവിടെ മാത്രമുള്ളൊരു സ്പെഷ്യലാണല്ലോ അത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്തു. നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ മാക്സിമം നമ്മളവിടെ എല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നമുക്ക് സാന്റ ഹോം, സാന്റ ഓഫീസ്, അങ്ങനെ ഒരുപാട് പ്ലേസുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് സാന്റ ഹോം ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് സാന്റേൻ്റെ ഓഫീസ് എന്നാണുള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം. ഇതുപോലെ അവർ ഫോട്ടോ എടുക്കും, നമുക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് തിരിച്ച് ഹെൽസിങ്കിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ മോർണിംഗിലൂടെ എയർപോർട്ടിലേക്ക് വന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് ബാഗ് ഡ്രോപ്പ് ഓഫ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹെൽസിങ്കിയിലെത്തി. ഹെൽസിങ്കി എയർപോർട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ ഹെൽസിങ്കി എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ട്രെയിനിൽ നേരെ ഹെൽസിങ്കി ടൗണിലേക്ക് പോവും. അവിടുന്ന് പിന്നെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര താഴ്ചയിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. നിങ്ങൾക്ക് എസ്കലേറ്റർ കാണുമ്പോൾ തന്നെ അറിയാം എത്ര താഴോട്ടാണ് നമ്മൾ ഈ പോകുന്നതെന്ന്. ഈ ഒരൊറ്റ എസ്കലേറ്റർ അല്ല, ഇതുപോലത്തെ 2 എസ്കലേറ്റർ ഇറങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്ര താഴത്തേക്ക് പോകുന്നതൊപ്പം തന്നെ അത്ര താഴെയുള്ളൊരു സ്റ്റേഷൻ എന്ന് പറയുന്നപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തിക്കണം. ലിഫ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങളത് എസ്കലേറ്ററാണ് യൂസ് ചെയ്തത്. കാണുന്നതാണ് ലിഫ്റ്റ് വരുന്നത് കാണാം നമുക്ക്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ട്രെയിൻ എടുത്ത് നേരെ ടൗണിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ബൈ.